ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിയാബ്ലോ ഗാർഡിയൻ എന്ന വെബ് സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വരുന്ന വയലറ്റിനെയാണ് കാണിക്കുന്നത്. വയലറ്റ് എഴുന്നേറ്റ ഉടൻ തന്നെ താഴെ ഹോട്ടലിനെ ലോഞ്ചിൽ വിളിച്ച് അവൾക്ക് വേണ്ട ലക്ഷറീസ് ആയിട്ടുള്ള ഫുഡെല്ലാം ഓർഡർ ചെയ്യുന്നു. എന്നാൽ ഈ സമയം അവിടുത്തെ സ്റ്റാഫ് ഇതിന് കുറച്ച് പേയ്മെൻറ്റ് പെൻഡിങ് ഉണ്ടെന്നും എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യാനുമെല്ലാം അവളോട് പറയുന്നു. ഇതിൽ എന്തോ സംശയം തോന്നിയ വയലറ്റ് ഉടൻ തന്നെ റൂമിലെ ലോക്കറെല്ലാം എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുന്നു. ഇതിൽ തൻ്റെ പൈസ കാണാനില്ല എന്ന് മനസ്സിലാക്കിയ വയലറ്റ് അപ്പോൾ തന്നെ എറിക്കിനെ കോൾ ചെയ്തുകൊണ്ട് റൂമിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അവൾ എറിക്കിനോട് ഇതിൽ നിന്നും പൈസ എടുത്തതിൻ്റെ പേരിൽ വഴക്കെല്ലാം പറയുന്നു. എറിക് ആ പൈസ ഉപയോഗിച്ച് ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിയിട്ടുണ്ട് എന്ന കാര്യമെല്ലാം പറയുന്നു. ഇവിടെ ചെയ്ത് എറിക് വാങ്ങിയിട്ടുള്ള ആ അപ്പാർട്ട്മെന്റ് കാണാൻ പോകുന്ന വയലറ്റിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ പഴയ അപ്പാർട്ട്മെന്റ് കണ്ട വയലറ്റിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവൾ എറിക്കിനോട് പൈസ എല്ലാം തിരിച്ചു തരാൻ പറഞ്ഞുകൊണ്ട് അവനോട് വഴക്കിടുന്നു. എന്നാൽ എറിക് ഒരുവിധം അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചുകൊണ്ട് അവളുടെ സാധനങ്ങളെല്ലാം ഹോട്ടലിൽ നിന്നും എടുത്ത് പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് താമസമെല്ലാം മാറുന്നു. അങ്ങനെ കുറച്ചുനാൾ അവർ രണ്ടുപേരും കൂടി ആ അപ്പാർട്ട്മെന്റ്സിൽ സന്തോഷകരമായ ലൈഫെല്ലാം ലീഡ് ചെയ്യുന്നു. അവിടെ ചെയ്ത് തൻ്റെ മുത്തശ്ശിക്ക് ക്യാൻസറാണ് എന്ന വിവരമെല്ലാം അറിഞ്ഞ ശേഷം പിഗ് ആ വിഷമത്തിൽ ഡ്രഗ്സ് എല്ലാം അടിക്കാനായി തൊട്ടടുത്ത് ഡ്രഗ്സ് എല്ലാം വിൽക്കുന്ന ഒരാളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ എത്തിയ ഉടൻ തന്നെ ആ ഡ്രഗ്സ് എല്ലാം പിഗിനോട് പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ടെന്നും ഇത് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനെല്ലാം പറഞ്ഞുകൊണ്ട് അയാൾ പുതിയ ഒരു ഡ്രഗ് പിഗിന് കൊടുക്കുന്നു. എന്നാൽ ആ ഡ്രഗ് അടിച്ചതും അവന് തൊട്ടപ്പുറത്തെ റൂമിലിരുന്ന് ഫിസിക്കൽ റിലേഷനിലെല്ലാം പോയിരുന്ന സ്ത്രീയെ അവൻ്റെ കാമുകിയായിട്ടെല്ലാം തോന്നുന്നു. അപ്പോഴേക്കും അവൻ്റെ ബോധവും നഷ്ടപ്പെട്ടു പോകുന്നു. അവിടെ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ബോധം വന്നതും തിരിച്ച് വീട്ടിലേക്ക് വരുന്ന പിഗിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം പിഗ് വീട്ടിൽ ബോധമില്ലാതെ കിടക്കുന്ന മുത്തശ്ശിയെ കണ്ടതും വേഗം തന്നെ ഡോക്ടറെ എല്ലാം വിളിച്ചു വരുത്തുന്നു. അവിടെ ചെയ്ത് എറിക്കിനെയും കൂട്ടിക്കൊണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു കടയിൽ ഷോപ്പിങ്ങിന് വന്നിരിക്കുന്ന വയലറ്റിനെയാണ് കാണിക്കുന്നത്. ആ സമയം വയലറ്റ് ആരും കാണാതെ അവിടെ ഷോപ്പിങ്ങിന് വന്ന ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും റിക്ക് പോലും അറിയാതെ പൈസ എല്ലാം അടിച്ചു മാറ്റുന്നു. എന്നാൽ തന്റെ കയ്യിൽ നിന്നും പൈസ പോയി എന്ന് മനസ്സിലാക്കിയ ആ പെൺകുട്ടി അവിടെ സാധാരണക്കാരന്റെ വേഷത്തിൽ നിന്ന എറിക്കിനെ കണ്ട് അവനാണ് പൈസ എടുത്തതെന്ന് ഉണ്ടായിരുന്ന പോലീസുകാരോട് പറയുന്നു. പോലീസുകാർ ഉടൻ തന്നെ എറിക്കിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും പോകുന്നു. എന്നാൽ ഈ സമയം വയലറ്റ് എറിക്കിനെ ഒരു പരിചയം പോലും ഇല്ലാത്ത രീതിയിൽ അവനെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നു. അവിടെ ചെയ്ത് ഈവനിങ്ങിൽ വീട്ടിലെത്തിയ ശേഷം തൻ്റെ പർച്ചേസ് ചെയ്ത ഡ്രസ്സെല്ലാം ഇട്ടു നോക്കുന്ന വയലറ്റിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ഈ സമയം എറിക് അവിടേക്ക് കടന്നു വരുന്നു. വയലറ്റിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവൻ്റെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. എന്നാൽ വയലറ്റ് ആവട്ടെ അതിൽ ഒരു വിഷമം പോലും കാണിക്കാതെ താൻ പുതിയതായി വാങ്ങിച്ചുകൊണ്ട് വന്ന ഡ്രസ്സെല്ലാം എടുത്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അവിടെ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ തൻ്റെ മുത്തശ്ശിയെ ഉറക്കത്തിൽ നിന്നും വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന പിഗിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം എത്രയൊക്കെ വിളിച്ചിട്ടും മുത്തശ്ശി റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ട് പിഗിന് മുത്തശ്ശി മരിച്ചുപോയി എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. പിഗിന് തൻ്റെ അച്ഛനും അമ്മയ്ക്കും പിന്നാലെ തൻ്റെ മുത്തശ്ശിയെ നഷ്ടപ്പെട്ട ഓർത്ത് ശവസംസ്കാര ചടങ്ങിൽ ദുഃഖിച്ചിരിക്കുന്ന പിഗിനെയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ സീരീസിൻ്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.